ഒളിവ് ജീവിതം മലയാള സിനിമയെ കാര്യമായി ബാധിക്കുന്നുണ്ടോ? നിരവധി തമിഴ് പ്രൊജക്ട് അടക്കമുള്ള സിനിമകളാണ് സിദ്ദിഖിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ചിത്രീകരണം പാതി വഴി നിൽക്കുന്ന ബിഗ് ബഡ്ജറ്റ് മോഹൻലാൽ ചിത്രം റാം ഉടൻ പുനരാരംഭിക്കുമെങ്കിൽ സിദ്ദിഖ് എന്ന നടന്റെ അഭാവം മലയാള സിനിമയ്ക്ക് ബുദ്ധിമുട്ടാകും. മുൻനിര ചിത്രങ്ങൾക്ക് സിദ്ദിഖിന്റെ അഭാവം നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലെന്ന് മുൻനിര പ്രൊഡക്ഷൻ കൺട്രോളർമാരും PROകളും അഭിപ്രായപ്പെട്ടു. നിലവിൽ 2 മലയാള ചിത്രങ്ങളിലാണ് സിദ്ദിഖ് അഭിനയിച്ചു കൊണ്ടിരുന്നത്. അജു വർഗീസ് കേന്ദ്ര കഥാപാത്രമാകുന്ന പടക്കുതിരയാണ് ഒരു ചിത്രം. സിനിമയിൽ ഒരു മുഴുനീള കഥാപാത്രമായി സിദ്ദിഖിനെ കാസ്റ്റ് ചെയ്തിരുന്നു. സലോൺ സൈമൺ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം മൂവാറ്റുപുഴയിൽ പുരോഗമിക്കുകയാണ്. പടക്കുതിരയുടെ ചിത്രീകരണം പുരോഗമിക്കുന്ന സമയത്താണ് സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണം ഉണ്ടാകുന്നതും അമ്മ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നതടക്കമുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നതും. ഇതോടെ സിദ്ദിഖിന് സിനിമയുടെ ഭാഗമാകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നടന്റെ അനുവാദത്തോടെ രഞ്ജി പണിക്കരെ ഈ റോളിലേക്ക് കാസ്റ്റ് ചെയ്തു. സിദ്ദിഖ് അഭിനയിച്ച രംഗങ്ങൾ ഇതിനോടകം രഞ്ജി പണിക്കരെ വെച്ച് അണിയറ പ്രവർത്തകർ റീഷൂട്ട് ചെയ്തു. മാളികപ്പുറം തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയുടെ രചനയിൽ ഒരുങ്ങുന്ന ആനന്ദ് ശ്രീബാല എന്ന ചിത്രത്തിലും സിദ്ദിഖിനൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നു. അർജുൻ അശോകൻ പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു വിനയ് ആണ്. എന്നാൽ ഈ ചിത്രത്തിൽ സിദ്ദിഖ് തന്റെ റോൾ അഭിനയിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ, ഉല്ലാസ് കൃഷ്ണ സംവിധാനം ചെയ്യുന്ന സിജു വിൽസൺ പ്രധാന വേഷത്തിലെത്തുന്ന പുഷ്പക വിമാനം തുടങ്ങിയ ചിത്രങ്ങളും സിദ്ദിഖ് തന്റെ റോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ 3 മാസമായി സിദ്ദിഖ് ഏറ്റെടുക്കുന്ന സിനിമകൾ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ചുമതലകൾ ഏറ്റെടുത്ത ശേഷമാണ് സിനിമകൾ കുറഞ്ഞതെന്നും റിപ്പോർട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.